ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല കന്നി സെറ്റാണ്. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കന്നി സെറ്റാണ്. നമ്മുടെ കന്നിക്കടകളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന 3 കടൽക്കൂട്ടാനുകളും അതുപോലെ തന്നെ നല്ല തേങ്ങാപ്പാലൊഴിച്ച കന്നിയുമാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ കൂന്തലും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കക്ക വെച്ച് നല്ലൊരു തോരനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി റെസിപ്പീസ് ചെയ്തതാണ് ഇൻസ്റ്റൻറ്റ് മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന മാങ്ങാച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം റെസിപ്പി പോകാം. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന കക്ക വലിയ കക്കയാണ്, അതുകൊണ്ട് തന്നെ ഞാനിതിനെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഉള്ളിലുള്ള കറുത്ത പോർഷനൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് ചേർത്തു, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു. ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിതിനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച നമ്മുടെ ക്ലാംസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് തേങ്ങ ചേർക്കാം. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ നോക്കിയിട്ട് തേങ്ങ ചേർക്കാം. പിന്നെ ഞാനോട് ഒരു 1/4 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ടോട്ടൽ ഏകദേശം ഒരു 3/4 കപ്പിനോളം അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം തേങ്ങ ഇഷ്ടമാണ് അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ മാത്രം വേവിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇതൊരു 7-8 മിനിറ്റ് കഴിയുമ്പോഴേക്കും റെഡിയാവും. ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ തന്നെ എടുക്കുക. ഇത് നമ്മൾ 1 കിലോ കക്ക വാങ്ങിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 100-200 ഗ്രാം കക്ക മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അവിടെ കൂന്തൽ റോസ്റ്റ് ചെയ്യാം. ഇതിനായിട്ടൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുളകും അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയും കൂടെ ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾക്ക് ഈ ഒരു കളറാവുന്നത് വരെയാണ് നമ്മുടെ സവാള വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കണം. ഒരു ചെറിയ പീസ് പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മളിത് മിക്സാക്കി എടുത്തതാണിത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഈ പുളിയുടെ വെള്ളവും നമ്മൾ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരാം. ഈ സമയത്ത് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഫിഷ് മസാലയാണ് ആഡ് ചെയ്യുന്നത്. അതെല്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാധാരണ കശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്നതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 പീസ് കൂന്തലാണ്. ഒരു 150 ഗ്രാമൊക്കെ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിന് ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം നമുക്കിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. കൂന്തൽ വേവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിലൊക്കെ കൂടുതൽ നമ്മൾ കൂന്തൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ അതിനെ സോഫ്റ്റ് ആവണമെങ്കിൽ വീണ്ടും 1 മണിക്കൂറോളം നമുക്കിതിനെ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റിൽ താഴെ മാത്രം ടോട്ടൽ ഇതിനെ കൂന്തൽ നമ്മൾ മസാലയിലോട്ട് ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോഴേക്കും ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു 2 മിനിറ്റ് തന്നെ ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള കസൂരി മേത്തിയും അതുപോലെ കസൂരി മേത്തി ഓപ്ഷണലാണ്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഒരു 2 മിനിറ്റ് ടോട്ടൽ വഴറ്റുമ്പോഴേക്കും ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കൂന്തൽ നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റും ഇവിടെ റെഡിയായി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രോൺസ് ഫ്രൈ ആണ്. ആദ്യം നമ്മൾ കുറച്ച് വലിയ സൈസിൽ ഒരു 6 പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ടേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തു. ഒരു ഏകദേശം 2-3 ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുത്തു. നെക്സ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ചേർക്കുന്നത് ഫിഷ് മസാലയാണ്. ഇത് 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കസൂരി മേത്തിയാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് സീ ഫുഡിന്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നെക്സ്റ്റ് കുറച്ച് സ്പൈസി ആക്കാനായിട്ട് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ കുറച്ച് അധികം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ എല്ലാ റെസിപ്പീസും വളരെ എളുപ്പത്തിലുള്ള റെസിപ്പീസാണ് ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ പ്രോൺസ് ഓരോ പീസസായിട്ട് നമുക്കതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതിന് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോൺസിനെ ഒരു ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കവർ വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊരു സൈഡ് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ കവർ ഓപ്പൺ ചെയ്ത് അതിനെ ഒന്ന് ടേൺ ചെയ്തിട്ട് കൊടുക്കാം. ആ സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇത് നമ്മൾ ചെറിയ പ്രോൺസാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഫ്ലെയിം നമ്മൾ ഒരു മീഡിയത്തിലോട്ട് മാറ്റാം. നമ്മൾ ഈ ബാക്കിയുള്ള ആ മസാലയൊക്കെ നമ്മുടെ പ്രോൺസിൻ്റെ മുകളിൽ തന്നെ കോട്ടാവുന്ന രീതിയിൽ ഇതിനെ നമ്മൾ ടേൺ ചെയ്തിട്ട് കൊടുത്ത് കൊണ്ട് നിന്നിട്ട് ഇതിനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശം ഇതൊരു 3 മിനിറ്റ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോൺസിനൊരു 7 മിനിറ്റ് മാത്രമാണ് കുക്കിംഗ് ടൈം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓവർ കുക്ക് ആയിക്കഴിഞ്ഞാൽ റബ്ബറി ആയിരിക്കും. അതുകൊണ്ട് ഓവർ കുക്ക് ആവാതെ ഇത് ജസ്റ്റ് ടേൺ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ടേൺ ചെയ്തിട്ട് കൊടുത്തുകൊണ്ട് നിൽക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രോൺസ് എന്ത് ചെയ്യും, നന്നായിട്ട് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ പ്രോൺസ് ഫ്രൈ ഒരു 3 മിനിറ്റ് നമ്മളിങ്ങനെ ടേൺ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പ്രോൺസ് ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാൽക്കഞ്ഞിയുടെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയാണ് ചേർക്കുന്നത്. അത് ഏകദേശം ഒരു അരമുറി തേങ്ങയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു കപ്പിന് കുറച്ചും കൂടെ മുകളിലോട്ട് തേങ്ങ ചിരവിയത് ചേർത്തു. ഇതിലോട്ട് കഞ്ഞിയുടെ വെള്ളം തന്നെയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കഞ്ഞിയിലോട്ടേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കഞ്ഞി. എന്നിട്ട് നമ്മൾ ആ തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ കഞ്ഞിയും റെഡിയായി. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ ഉപ്പിലിട്ടതും അതുപോലെ ഇൻസ്റ്റൻറ്റ് അച്ചാറും കൂടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മളെല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.